ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് പദയാത്ര കടവന്ത്ര ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിന്നും ബഹുമാനപ്പെട്ട എറണാകുളത്തിന്റെ MLA ശ്രീ TJ വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പദയാത്രയ്ക്ക് ശേഷം കടവന്ത്ര ലോട്ടസ് ഐ ഹോസ്പിറ്റൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്ന ബോധവൽക്കരണ സെമിനാർ ബഹുമാനപ്പെട്ട കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീ ആന്റണി പൈനുത്തുറ ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണ സെമിനാറിൽ കടവന്ത്ര ലോട്ടസ് ഐ ഹോസ്പിറ്റൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ വെറ്ററിയോ സർജൻ ഡോക്ടർ ബേസിൽ ജോർജ് അധ്യക്ഷത വഹിച്ചു. കടവന്ത്ര സിൽവർ ലൈൻ ഹോസ്പിറ്റലിലെ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി A. ബാബു പ്രമേഹ സംബന്ധമായ രോഗങ്ങളെ അതിനുള്ള പ്രതിവിധിയെക്കുറിച്ചും കടവന്ത്ര ഇന്ദിരാഗാന്ധി നഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പൽ ശ്രീമതി ഡോക്ടർ ജിൻസി ജോൺ, ലോട്ടസ് ഐ ഹോസ്പിറ്റൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പബ്ലിക് റിലേഷൻ മാനേജർ ശ്രീ റിജോയ് ജോസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നവംബർ 14 ലോക ഡയബറ്റിക് ദിനമായി ലോകമെമ്പാടും ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ലോട്ടസ് ഐ ഹോസ്പിറ്റലും ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയും സംയുക്തമായി നടത്തപ്പെടുന്ന ഈ അവയർനെസ് പ്രോഗ്രാമിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇന്ന് ഡയബറ്റിക് ഇന്ത്യ പോലൊരു രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിതശൈലി രോഗമായി സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്നൊരു സാമൂഹിക സാഹചര്യമാണ്. ഇത് കൃത്യമായി ആ രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ അവബോധമുണ്ടാക്കാൻ ഇത്തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാമിലൂടെ സാധ്യമാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. തീർച്ചയായും അതിൻ്റെ ഭാഗമായി ഇന്ന് ലോട്ടസ് ഐ ഹോസ്പിറ്റൽ നമ്മുടെ ഈ പ്രദേശത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഐ ഹോസ്പിറ്റലാണ്. സാമൂഹ്യ പ്രതിബദ്ധതയോടെ എൻ്റെ മെഡിക്കൽ ക്യാമ്പിലെല്ലാം വന്ന് പങ്കെടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് എന്നുള്ളത് കൊണ്ട് വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികളും സംയുക്തമായി ഒരു വാക്കത്തൻ ഇവിടെ നിന്ന് ലോട്ടസ് ഐ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഈ പ്രചരണ പരിപാടി, അതിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നമസ്കാരം. ഞാനടക്കമുള്ള നമ്മൾ ഓരോരുത്തരും കാഴ്ചയുടെ പ്രശ്നങ്ങൾ ഇന്ന് വളരെയധികം നേരിട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്കും ചെറിയ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് പറയുകയായിരുന്നു, ഡോക്ടറുടെ ഒരു പേഷ്യൻ്റ് ചെക്കപ്പിന് വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് വന്നു, വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം കാഴ്ച നഷ്ടപ്പെട്ടിട്ടാണ് വീണ്ടും ഡോക്ടറെ അടുത്തേക്ക് വരുന്നത്. അത് തന്നെയാണ് ഇന്ന് എല്ലാ വർഷവും ഈ പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം. എനിക്കടക്കമുള്ളവരെ ഞാൻ വിശ്വസിച്ചിരുന്നത്, എപ്പോഴെങ്കിലും കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുക അല്ലെങ്കിൽ കാഴ്ച കുറഞ്ഞ് വായിക്കാൻ പറ്റാതെ വരുമ്പോൾ ഡോക്ടറെ സമീപിക്കുക. അതിനപ്പുറമൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. കണ്ണിന് പ്രശ്നങ്ങൾ വരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തുക, ഡോക്ടറെ കാണുക. ഇയർലി ചെക്കിംഗ് ഒന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണെന്നുള്ള ബോധ്യത്തോടെ ഞാനടക്കമുള്ളവർ മുന്നോട്ട് പോകുന്നത്. മലയാളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മലയാളി എപ്പോഴും പറയും, എന്തും വരട്ടെ വണ്ണെടുത്ത് വെച്ച് നേരിടാന്ന് പറയുന്നത്. അപ്പോൾ ഇത് പക്ഷേ കാഴ്ചയുടെ കാര്യത്തില് വരുന്നിടത്ത് വെച്ച് നേരിടാൻ നമുക്ക് പറ്റില്ല. ഡോക്ടർമാർ നൽകുന്ന നിർദ്ദേശം അതാ. കണ്ണിനെ കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മുടെ മുദ്രാവാക്യം വെച്ച് വണ്ണെടുത്ത് വെച്ച് നേരിടാമെന്ന് പറഞ്ഞ് ഡോക്ടർമാരുടെ അടുത്ത് ചെന്ന് നമുക്കത് പരിഹരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടും. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ പറഞ്ഞ പോലെ വരാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ട അത്യാവശ്യമായ ഘട്ടമാണിത്. കാഴ്ച നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ അതിന് ഏറ്റവും കൂടുതൽ ബാധകമാകുന്ന ഒരു കാര്യം തന്നെയാണ്, നമുക്കറിയാം, ഡയബറ്റിക് അടക്കമുള്ള നമ്മുടെ എന്താ പറയുക പ്രമേഹ രോഗങ്ങൾ നമ്മൾ കാഴ്ച നഷ്ടപ്പെടാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറുകയാണ്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊപ്പം ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ എക്സസൈസ് ഒക്കെ കുറഞ്ഞു. ഏറ്റവും നല്ല ബോധവൽക്കരണ ക്ലാസ്സുകളാണ് ആളുകൾക്ക് ആവശ്യം. എങ്ങനെ ക്രമീകരിക്കണം, ഏതെല്ലാം വിധത്തിൽ മുന്നോട്ട് പോകണം, നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ എങ്ങനെ, വ്യായാമം എങ്ങനെ ചെയ്യണം, ഇതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തില്ല എങ്കിൽ അടുത്ത ഭാവിയിൽ ഒത്തിരിയേറെ ആളുകൾ കാഴ്ചയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. അതിനു വേണ്ടിയിട്ട് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ലോട്ടസ് ഐ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഞാൻ പലതവണയായി ഇവിടെ പ്രോഗ്രാമിന് വരുന്നുണ്ട്.
ഏറ്റവും നന്നായിട്ട് തന്നെ ഈ പ്രദേശത്ത് ഇതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽ മുൻകൈ എടുക്കാറുണ്ട്. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള് ഞങ്ങളുടെ പ്രദേശത്ത്, പ്രത്യേകിച്ച് കൊച്ചിൻ കോർപ്പറേഷനിലെ ഏറ്റവും നല്ല ബോധവൽക്കരണ ക്ലാസ്സുകള്, ട്രീറ്റ്മെന്റ് അടക്കമുള്ള നല്ല ഒത്തിരിയേറെ കാര്യങ്ങൾ ലോട്ടസ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലുമായി ചേർന്നിട്ടാണ് ഈ പ്രാവശ്യം നടത്തുന്നത്. ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ഒത്തിരിയേറെ നേഴ്സും സ്റ്റുഡൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്, ഡോക്ടേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ചെല്ലുന്ന ഒരു ഹോസ്പിറ്റലില് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലാണ്. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് എൻ്റെ ഡിവിഷനെ അടുത്തായതുകൊണ്ട് പല ആളുകളും അവിടെ എത്തുമ്പോൾ പല ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ എത്താറുണ്ട്. നല്ലൊരു സഹകരണം ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോഴും ഞങ്ങളുടെ പ്രദേശത്ത് ലഭിക്കുന്നുണ്ട്. 2 ഹോസ്പിറ്റലും, പ്രത്യേകിച്ച് ലോട്ടസ് ഹോസ്പിറ്റലും ലോട്ടസ് ഹോസ്പിറ്റലിലും ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലും ഇതേപോലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും വേണ്ട നിർദ്ദേശങ്ങളും ട്രീറ്റ്മെന്റും ഒക്കെ കൊടുക്കുന്നതിന്റെ പേരിൽ കൗൺസിലർ എന്ന നിലയ്ക്ക് കൊച്ചിൻ കോർപ്പറേഷൻ ഭാഗത്ത് നിന്ന് ഞങ്ങളെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. ഒരിക്കൽ കൂടി ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. ഔപചാരികയുടെ പേരിൽ ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി. പ്രമേഹം എന്ന അസുഖത്തെ പറ്റി ഒരുവിധമൊക്കെ അറിയായിരിക്കും അല്ലേ? മിക്കവർക്കും നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ബാക്കി നമുക്ക് സ്വയമോ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ പ്രമേഹം എന്ന അസുഖം ഉള്ളവര് മിക്കവർക്കും എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എന്താണ് ഡയബറ്റീസ് മെലിറ്റസ്? അതൊരു അവയർനെസ് ക്ലാസ് എടുക്കാനാണ് എനിക്ക് കിട്ടിയ ദൗത്യം. അപ്പം കുറച്ചൊന്ന് പറഞ്ഞു തരിക, അത് മാത്രമാണ് എൻ്റെ ദൗത്യം. അപ്പൊ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞ മറ്റു ഡോക്ടർ ബേസിൽ പറഞ്ഞ പോലെ ഇത് വളരെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന അസുഖമാണ്. ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ നമ്മൾ 2nd റാങ്കിലാണ് ഡയബറ്റീസിന്റെ പ്രിവലൻസ്. അറൌണ്ട് 103 മില്യൺ ആൾക്കാർ ഡയബറ്റിസ് ബാധിച്ചിട്ടുണ്ട്. അറൌണ്ട് 11.4% ആണ് ഡയബറ്റിസ് മെലിറ്റസ് ഉള്ള ഇന്ത്യയിലുള്ളത്. എന്താണ് പ്രമേഹം? എന്താണ് ഡയബറ്റിസ് മെലിറ്റസ്? ഇത് ആദ്യം ഒരു ക്വസ്റ്റ്യനർ ആയിട്ട് ചോദിക്കാന്നായിരുന്നു വിചാരിച്ചത്, കാരണം കുട്ടികളും ഉണ്ട് നഴ്സിംഗ്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ക്ലാസ് എടുക്കാം. അപ്പൊ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ എന്ന ഒരു ഹോർമോണിന്റെ ഉൽപാദന കുറവോ അല്ലെങ്കിൽ ഉള്ള ഇൻസുലിൻ ശരിക്കും പ്രവർത്തിക്കുന്നില്ല. അത് കാരണം ഷുഗറിന്റെ അളവ് കൂടുകയും അത് കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആണ് ഡയബറ്റിസ് മെലിറ്റസിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പ്രമേഹം ഉള്ളപ്പോൾ ഈ ഒരു അസുഖം എന്ന് പറയുന്നത് മിക്കവർക്കും എന്താ പറയാ രോഗലക്ഷണങ്ങൾ കാണാറില്ല. ഉള്ളി നല്ല ഷുഗർ കൂടി വരുമ്പോഴാണ് നമ്മൾ രോഗലക്ഷണങ്ങൾ കാണുന്നത്. സാധാരണ രോഗലക്ഷണം കാണുന്നു വരുന്നത് അമിതമായി ദാഹം, വിശപ്പ്, അല്ലെങ്കിൽ വെയിറ്റ് കുറയുക, കാഴ്ച മങ്ങല്, അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്സിൽ ഇൻഫെക്ഷൻ ഓൺ ആൻഡ് ഓഫ് വരുന്നു. ഇതെല്ലാം ഹൈ ഷുഗർ ഉള്ളപ്പോൾ രോഗലക്ഷണങ്ങളാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ഈവൻ റുട്ടീൻ ആയിട്ട് ഒരു ആനുവൽ ചെക്കപ്പ് നടത്തുമ്പോൾ കാണുമ്പോൾ ഉള്ളതാണ് ഷുഗർ. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ ഷുഗർ കണ്ടിട്ടാണ് മിക്കവർക്കും വരുന്നത്. അപ്പോൾ എല്ലാവർക്കും രോഗലക്ഷണങ്ങൾ വേണ്ട എന്നാണ്, കാണണമെന്നില്ല. ഹൈ ഷുഗർ വന്നാലേ മിക്കവർക്കും കാണത്തുള്ളൂ. അപ്പം ഒന്ന് നമുക്ക് ഈ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നത്? ഇന്നലെ ഒരു പേഷ്യന്റ് വന്ന് എഡ്യൂക്കേറ്റഡ് ഒരു ലേഡിയാണ്, മാഡം ഈ മരുന്ന് ഞാൻ ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുമോ? അതാണ് മെയിൻ ക്വസ്റ്റ്യൻ. ഒരു സാധാരണ. പിന്നെ ഈ മരുന്ന് എൻ്റെ കിഡ്നീനെ ബാധിക്കുമോ? ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന കേട്ടുവരുന്ന ക്വസ്റ്റ്യൻസ്. പഠിച്ചിട്ടുള്ളവർ തന്നെയാണ് ചോദിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിത രീതിയിൽ നമ്മൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ജോലി, പിള്ളേര്, കുട്ടി എല്ലാം നമ്മുടെ സ്വന്തം കാര്യം നോക്കാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നവരെ കാത്തിരിക്കും. എന്നിട്ടാണ് ഡോക്ടറെ പോയി കാണുന്നത്. അത് മാത്രം ഒന്ന് ഒഴിവാക്കി നമുക്ക് വേണ്ടി ഒരു കുറച്ച് സമയം അത് ചെയ്ത് ഡയറ്റും എക്സസൈസും കൊണ്ട് നടക്കുക, റെഗുലർ ചെക്കപ്പ്, മരുന്ന് മുടങ്ങാതെ കഴിക്കുക, ഇതേപോലെ സ്ക്രീനിങ് ഒക്കെ ആനുവൽ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ ഈ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാതിരിക്കാൻ നമുക്ക് കഴിവതും നോക്കാൻ പറ്റും. കാരണം ഡോക്ടർ ലക്ഷ്മി മാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വേൾഡ് ഡയബറ്റിക് ഡേ സെലിബ്രേഷൻ ആണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് മാഡം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തു. അപ്പം ഈ ഒരു പ്രോഗ്രാമിന്റെ, അതായത് വേൾഡ് ഡയബറ്റിക് ഡേയുടെ മാസ് ക്യാമ്പയിൻ ആണ് നമ്മൾ പബ്ലിക്കിന് വേണ്ടി ഉള്ളത്. പക്ഷെ ഇവിടെ ഇരിക്കുന്നത് 80% മെഡിക്കൽ
പ്രൊഫഷനാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരുമാതിരി എല്ലാവർക്കും അറിയാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കുടെ ഫാമിലിയിൽ തന്നെ, ഇപ്പൊ എൻ്റെ ഫാമിലിയിലും എൻ്റെ ഗ്രാൻഡ് പേരൻസിനൊക്കെ ഉണ്ട്, അതുപോലെ പേരൻസ് ഇപ്പം ചെറിയ സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ നെയ്ബേഴ്സിന്, പിന്നെ നിങ്ങളുടെ അടുത്ത് സമീപിക്കുന്ന പേഷ്യന്റിന് അവർക്ക് നിങ്ങൾ നല്ലതായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പം മാഡം ടൈപ്പ് 1 കുറിച്ച് ടൈപ്പ് 2 കുറിച്ച് പറഞ്ഞു. അപ്പൊ ടൈപ്പ് 1 ചൈൽഡ്ഹുഡ് ഒറിജിൻ ആണ്, അതിന് നമുക്ക് മാനേജ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ടൈപ്പ് 2 എന്ന് വെച്ചാൽ പ്രിവെന്റബിൾ ആണ്, അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ മാഡം പറഞ്ഞു. ഹെൽത്തി ലൈഫ് സ്റ്റൈല്, എക്സസൈസ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഈ ഒരു പരിപാടിയിലേക്ക് എനിക്ക് അവസരം തന്ന ലോട്ടസ് ഐ ഹോസ്പിറ്റലിന് നന്ദി. Diabetes Day celebration held here at Lotus Eye Hospital in association with Indira Gandhi Cooperative Hospital. And my duty today is to felicitate our esteemed guest dignitaries for the occasion. I am deeply honored to have the presence of our esteemed guest, Sri Anthony Painathara sir. He is the councillor of our Kochi Corporation. He has been a source of constant inspiration and support for all the medical as well as community outreach programs of our hospital, that is Lotus Eye Hospital. And his tireless and dedicated hard work has been instrumental in improving the quality of life of us Kochiites. Thank you, sir. I would like to extend my heartfelt felicitations to our next esteemed guest, Madam Lakshmi A. Babu. She is the consultant physician and diabetologist of Silverline Hospital, Kadavandra. Madam did her graduation from Kasturba Medical College, following which she moved to US, where she did her post-graduation in internal medicine. It was there that she developed a keen interest towards diabetes and endocrinology, and pursuing her passion for treating diabetic patients. While she returned to India, she joined Silverline Hospital and has been working there since its inception. Madam is also very much active in community outreach activities in Ernakulam. And as we heard today, her keynote address on diabetes was very enlightening and informative, giving us a thorough idea about the diabetes. ഇന്നത്തെ വേൾഡ് ഡയബറ്റിക് ഡേ ആയിട്ടുള്ള 14-ാം തീയതി നമ്മൾ ഈ വീക്ക് ഫുള്ള് ആഘോഷിക്കുന്നുണ്ട്. അതിൽ ഇപ്രാവശ്യത്തെ മോട്ടോയ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ആൻഡ് ബ്രിഡ്ജിങ് ഗ്യാപ്പ് എന്ന ഈ മോട്ടോയിൽ ഏർലി ആയിട്ടുള്ള ഡയബറ്റിസിനെ നേരത്തെ സ്ക്രീൻ ചെയ്യാം, പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒരു ടെർഷറി കെയറിൽ കൊടുക്കാം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ഈ കൊല്ലത്തെ മോട്ടോ ഡയബറ്റിസിന്. അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണല്ലോ. അപ്പം അതിൽ നമുക്ക് ഒരു പാർട്ടാകുന്നതിന് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ നടത്തിയ ഈ റാലി അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അപ്പം അതിലെല്ലാം കൂടി ചേർന്ന എല്ലാവർക്കും താങ്ക് യു ആൻഡ് വെൽക്കം. സോ നെക്സ്റ്റ്, എല്ലാവരും ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് ഒക്കെയാണ് കൂടുതലും പോണത്. എവിടെ നോക്കിയാലും കുഴിമന്തി, പൊറോട്ട, ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തേത്. പിന്നെ എക്സസൈസ്, ലാക്ക് ഓഫ് എക്സസൈസ്. എല്ലാവരും വൈറ്റ് കോളർ ജോബ്സ് ആണെങ്കിൽ ഓഫീസിൽ തന്നെ അധികം മൂവ്മെന്റ്സ് ഇല്ല. പിന്നെ പ്രോപ്പർ ഡയറ്റ് നോക്കില്ല. പിന്നെ അതർ റിസ്ക് ഫാക്ടേഴ്സ് കുറേ ഉണ്ട്. ആൽക്കഹോളിസം, സ്മോക്കിംഗ്, പിന്നെ കൊളസ്ട്രോൾ, ഇങ്ങനത്തെ കുറേ കാരണങ്ങൾ കാരണം ഡയബറ്റീസ് ഇപ്പോൾ വളരെ കോമൺ ആണ്. ഡയബറ്റീസ് നന്നായിട്ട് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ഐസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമിനാണ് ഞങ്ങൾ ഈ വോക്കത്തോണും ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഡയബറ്റിക് റെറ്റിനോപ്പതി ഇസ് വെരി കോമൺ. ഇവിടെ കുറേ പേര് ഡയബറ്റീസ് പേഷ്യൻസ് ഉണ്ടാവും, അവർക്കറിയാം. ഇവിടെ ഞങ്ങൾക്ക് കുറേ സ്ക്രീനിങ് ഞങ്ങൾക്ക് പേഷ്യൻസിന് കിട്ടാറുണ്ട്, എസ്പെഷ്യലി ഫ്രം സിൽവർലൈൻ ഹോസ്പിറ്റൽ. താങ്ക് യു മാഡം ഫോർ അവെയറിംഗ്, ടെല്ലിംഗ് ദ പേഷ്യൻസ് ഐസ് ചെക്കപ്പ് വളരെ മസ്റ്റ് ആണെന്നുള്ളത്. കാരണം ഇനീഷ്യൽ സ്റ്റേജസിനകത്ത് ആരും അറിയില്ല. ലേറ്റർ സ്റ്റേജസിൽ കാഴ്ച പോകുമ്പോഴാണ് അവർ ഞങ്ങളുടെ അടുത്ത് വരുന്നത്. ബൈ ദ ടൈം അത് ലേറ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ വിത്ത് അഡ്വാൻസ് ടെക്നോളജീസ് ഇപ്പോഴും കാഴ്ച നമുക്ക് പറ്റുന്നത്രയും കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഓൾവേസ് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ ഡയബറ്റിസ് ഉള്ളവർ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം അവർ കണ്ണ് ചെക്കപ്പ് മസ്റ്റായിട്ടും ചെയ്യേണ്ടതാണ് ഇയർലി വൺസ്. അതുകൂടാണ്ട് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റും അതുകൂടാണ്ട് ജനറൽ ബോഡി എക്സാമിനേഷനും കൂടി ചെയ്യേണ്ടതാണ്. സോ ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ആൻഡ് ബ്രിഡ്ജിംഗ് ദ ഗ്യാപ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും നമ്മുടെ ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് കോംപ്ലിക്കേഷൻസ് മാക്സിമം പ്രിവെന്റ് ചെയ്യാൻ നോക്കുക. എല്ലാവരും കൂടി ഒരു നല്ല അഫോർഡബിൾ ക്വാളിറ്റി കെയർ ട്രീറ്റ്മെന്റ് ഓരോ പേഷ്യന്റിനും ലഭിക്കുക എന്നുള്ളതാണ്. സോ ഓൾ ഓഫ് us let us together make sure that people who are having diabetes they don't end up in complication but lead a very happy life. Thank you. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ
ഒന്ന് ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ ശരാശരി ലൈഫ് എക്സ്പെക്ടൻസി നല്ല 32 ഇയേഴ്സ് ആയിരുന്നു. ഏതാണ്ട് 70 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് അത് 70 വയസ്സിലേക്ക് ശരാശരി എത്തിയിരിക്കുകയാണ്. ഇത് തീർച്ചയായും നമ്മുടെ ലോകമെമ്പാടുമുള്ള സയൻസിൻ്റെയും ബയോടെക്നോളജിയുടെയും അതിലുപരിയായിട്ടുള്ള ആധുനിക മെഡിക്കൽ സയൻസിൻ്റെയും ഒരു വളർച്ച തന്നെയാണ് കാണിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫിനാൻഷ്യൽ ബഡ്ജറ്റിൽ ഏറ്റവും അധികം ഫണ്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എഡ്യൂക്കേഷനും അതിലുപരിയായിട്ട് ആരോഗ്യത്തിലും. ഇതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് നല്ലൊരു ഫണ്ട് തന്നെ അവയർനെസ് പ്രോഗ്രാമിനായിട്ട് മാറ്റിവെക്കുന്നു. ഏറ്റവും പ്രധാനമാണ് രോഗം വന്നിട്ട് ചികിത്സിക്കാതെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാംസ്. സോ അതിൻ്റെ പാർട്ടായിട്ടാണ് വേൾഡ് ഡയബറ്റീസ് ഡേയോടനുബന്ധിച്ച് ലോട്ടസ് ഐ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വിവിധങ്ങളായിട്ടുള്ള സയൻറ്റിഫിക് സെക്ഷൻസ് ഇന്നലെ മുളന്തുരുത്തിയിൽ ഹോസ്പിറ്റലിൽ വാക്കത്തോൾ അവയർനെസ് സെക്ഷൻ, ഇന്ന് ഇവിടെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന് നമ്മൾ സംഘടിപ്പിച്ചു. അപ്പോൾ ഇതിനായിട്ട് ഈ പ്രോഗ്രാമിനായിട്ട് ഏറ്റവും സഹകരിച്ചത് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റും അതോടൊപ്പം തന്നെ എൻ്റെ പ്രിൻസിപ്പാളും മറ്റ് ടീച്ചേഴ്സൊക്കെയാണ്. അവരുടെ സ്റ്റുഡൻസിനും ഏറ്റവും കൃത്യമായ രീതിയിൽ നന്ദി പറയുകയാണ്.